ചാൻസലറായ ഗവർണർക്കുള്ള തിരിച്ചടിയാണോ കോടതി വിധി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആൻഡ്രൂ, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഡിവിഷൻ ബെഞ്ചിലും ഇത് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. കാരണം നിലവിലുള്ള ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രാജേന്ദ്ര അർലേക്കർ പോവുകയാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ സിൻഡിക്കേറ്റ് വക രജിസ്ട്രാർ, VC വക രജിസ്ട്രാർ എന്നിങ്ങനെ ഇരട്ട രജിസ്ട്രാർമാരും ഒരു ഫയൽ പോലും അനങ്ങുന്നില്ല. 2700ഓളം ഫയലുകൾ അവിടെ ഇങ്ങനെ സ്തംഭിച്ച് കിടക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഗവർണർക്കുള്ള തിരിച്ചടിയാണോ? ഗവർണർക്കുള്ള തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി വെച്ചിട്ട് കളിയാണ് ഗവർണർ കളിക്കുന്നത് എന്നുള്ളതാണ്. 2700-500ഓളം സർട്ടിഫിക്കറ്റാണ് സൈൻ ചെയ്ത് കൊടുക്കാത്തത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ പിള്ളേർക്ക് അടുത്ത കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് സൈൻ ചെയ്യാതിരിക്കുകയാണ് അവിടെ. അപ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങോട്ട് VC എന്തുകൊണ്ട് സർവകലാശാലയിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ വന്നാൽ എൻ്റെ കാലി വെട്ടിയ പോലീസ് നിങ്ങളുടെ കാലി വെട്ടും എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? VC ആണ് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇത്രയധികം വളരാനുള്ള കാരണമെന്ന് പറയുന്നത് തക്കതായ സമയങ്ങളിൽ തക്കതായ സർക്കാരുകളെടുത്ത് തക്കതായ തീരുമാനങ്ങൾ കൊണ്ടാണ്. ആ തക്കതായ തീരുമാനം എടുക്കുന്നതിലാണ് ഇപ്പോൾ പറഞ്ഞ VC എന്ന് പറയുന്ന ആൾ, ചാൻസലർ എന്ന് പറയുന്ന ആൾ നിലപാടെടുക്കുന്നത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം കളിക്കേണ്ട ഒരു വേദിയല്ല കേരളത്തിലെ സർവകലാശാലകൾ എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ RSSകാരെ തിരികെ കയറ്റുകയും BJPക്കാരെ തിരികെ കയറ്റുകയും ചെയ്യുന്നതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പം നമ്മുടെ കാലിക്കറ്റ് VC ഉണ്ടായിരുന്നല്ലോ, അബ്ദുൾ സലാം, അതായത് BJPൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, അറിഞ്ഞില്ലേ? മനസ്സിലായോ? അതാണ് മോഹൻ കുന്നുമ്മലിനെ ഭാവിയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കാണാം നമുക്ക്. പക്ഷേ എന്താണ് സംഭവം? അതുവരെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. കേരളത്തിലെ നിയമസഭയ്ക്ക് നിയമമുണ്ട്. ആ നിയമം എന്താണെന്നറിയോ? VC എന്ന് പറഞ്ഞാൽ ചാൻസലർ പ്രസിഡന്റ് അതിന് വേണ്ടി തീരുമാനം എടുത്തില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിയമസഭയെ സംബന്ധിച്ചോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചാൻസലർ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റിക്കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു ഒപ്പിൻ്റെ കുറവേ ഉള്ളൂ. ആ ഒപ്പിൻ്റെ കുറവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ ഗവർണർക്ക് ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന നിയമപ്രകാരം 2 മാസം കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. 2 മാസം കഴിഞ്ഞാലുണ്ടല്ലോ ആ സാധനം സാധുവാകുന്ന തീരുമാനം കേരളത്തിൽ ബാധകമാണെന്നാണ് ഇന്നും കൂടെ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആകെ 2 കേസാണ് സുപ്രീം കോടതിയിലുള്ളത്. കേരളത്തിലെ മുഴുവൻ 12 ബില്ലുകൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ കീഴിലാണ്. അതിന് മേലെ തീരുമാനം എടുക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഗവർണറുടെ കയ്യിലിരിക്കുന്ന ബില്ലുകൾക്ക് എത്ര നാൾ കയ്യിൽ വെക്കാം എന്നുള്ളതിനകത്ത് തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. ആ തീരുമാനം എടുക്കേണ്ട കേസിലാണ് പറയുന്നത് തമിഴ്നാട് പറയുന്നത് തമിഴ്നാട് വിധി കേരളത്തിനും കൂടെ ബാധക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ബാധകമായാൽ ഒരു ഉത്തരവ് മതി. ഈ പറയുന്ന ചാൻസലറിന് പദവി നഷ്ടപ്പെട്ടു ഈ പറഞ്ഞ ഗവർണറെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനുള്ളിൽ എത്രയോ സർവകലാശാലകളാണ് ഈ പറഞ്ഞ സ്ഥിരം VC ഇല്ലാതെ നിൽക്കുന്നത്. ഈ സ്ഥിരം VCൻ്റെ പ്രശ്നം എന്താ? കേരള സർവകലാശാല പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഒരു VC ഇല്ല. പ്രധാനപ്പെട്ട തീരുമാനം ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതന്നെ. ഭരണം ആര് മുന്നോട്ട് കൊടുക്കും? ഈ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താണോ ഈ പറയുന്ന ഓൺലൈനിൽ ഞാൻ തീരുമാനം എടുക്കുമെന്ന് പറയുന്നത്? എന്തൊരു കഷ്ടമാണ്. അതിന് കൂടെയാണ് ഈ പറയുന്ന രജിസ്ട്രാർമാരുടെ അവസ്ഥ. രജിസ്ട്രാർമാരെ ചാൻസലർ VC ഒരു രജിസ്ട്രാർ നിയമിക്കുന്നു. ആ രജിസ്ട്രാർ സിൻഡിക്കേറ്റിൻ്റെ അനുമതിയില്ല. സിൻഡിക്കേറ്റ് അവരെ തന്നെ പുതിയ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആ രജിസ്ട്രാറും പഴയ രജിസ്ട്രാറും കൂടെ വന്നിരിക്കുകയാണ് അവിടെ. എന്നിട്ട് ഈ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അനുമതി കൊടുത്ത് സിൻഡിക്കേറ്റ് പരമോന്നത ബോഡി അനുമതി കൊടുത്ത രജിസ്ട്രാർ അയക്കുന്ന ഫയലുകളൊന്നും VC സൈൻ ചെയ്യില്ല. അപ്പോൾ ആരാണ്? രജിസ്ട്രാറാണോ VC ആണോ പ്രശ്നക്കാരൻ? കാരണം ആ സ്ഥലത്ത് വന്നിരുന്ന് ഏതാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്ന് അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളും അവിടുത്തെ ഫയലുകളെല്ലാം നീക്കി അത് സൈൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഫയൽ അയക്കുകയാണ്. അതിൽ സൈൻ ചെയ്യുന്നില്ല. എന്നിട്ട് അതിന് ന്യായം പറഞ്ഞ എന്താണ്? അത് ഞാൻ ഓൺലൈനിൽ നോക്കിക്കോളാം എന്ന് പറയുകയും ഓൺലൈനിൽ നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുന്ന് രജിസ്ട്രാർ അങ്ങോട്ട് കൊടുക്കുന്ന ഫയൽ സൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ കഷ്ടമാണ്. അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും സംഭവിച്ചത്. 2 VCമാരെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്താണ് അതിനർത്ഥം? ഗവർണർക്ക് പവറില്ലാന്ന്. കേരളത്തിൽ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് പവറില്ലാന്ന് ഹൈക്കോടതി പറയുകയാണ്. സിംഗിൾ ബെഞ്ച് പറഞ്ഞു, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞില്ലേ? 2 സിസ തോമസിനെയും ശിവപ്രസാദിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മിണ്ടാട്ടമില്ലല്ലോ. കേരള സർക്കാരും കേരള ഗവൺമെൻറ്റും കൊടുക്കുന്ന പ്രതിനിധിയെ VC ആയിട്ട് വെക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വെച്ചാൽ ഈ പ്രശ്നം തീർന്നു. ഈ പറയുന്ന ചാൻസലറുടെ പദവി പോകാനുള്ള കാരണം എന്താ അറിയോ? ഗവൺമെൻറ് കൊടുക്കുന്ന ആരെയും നോമിനികളെ അപ്പോയിൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ചാൻസലർ മാറ്റേണ്ടി വന്നത്. അല്ലെങ്കിൽ ചാൻസലർ പദവിയെങ്കിലും ഈ പറഞ്ഞ ഗവർണർ കയ്യിൽ ഉണ്ടായിരുന്നേ. അമിത അധികാരം ഉപയോഗിക്കുക. നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, അത് ഏത് രീതിയിൽ ഉപയോഗിക്കുക? അത് രാഷ്ട്രീയം വളർത്താൻ ഉപയോഗിക്കുക, നമ്മുടെ ആൾക്കാർ തിരികെ കയറ്റാൻ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകരും. ആ വിദ്യാഭ്യാസ മേഖല തകരുന്ന നിലയിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളെയും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങളെയും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം മാറ്റിയാണ് ആര്? ഈ പറഞ്ഞ ഗവർണർ. ഇപ്പോൾ കേരളത്തിലെ ഗവർണറിൽ ആകെയുള്ള ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ VC ആണ്. ഈ ചാൻസലർ
ചാൻസലർ പദവിയാണ്. ആ ചാൻസലർ പദവി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഗവർണർ എന്തൊക്കെ ചെയ്യുന്ന ആലോചിച്ച് നോക്കിക്കേ. വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഞാൻ പറയില്ല, 2500 സർട്ടിഫിക്കറ്റാണ് സൈൻ ചെയ്യാനുള്ളത്. അത് സൈൻ ചെയ്യണം എന്നുള്ളത് ആര് പറയണം? ഈ പറയുന്ന ചാൻസലർ എന്ന് പറഞ്ഞ ഗവർണർ പറയേണ്ടായിരുന്നോ? VC വിളിച്ച് പറയേണ്ടായിരുന്നോ ഈ ഫയലുകൾ മുഴുവൻ നാളെ സൈൻ ചെയ്യണം എന്ന് പറയും? എന്തേ പറയാത്തത്? കേരളത്തിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് ഇത്രയധികം ഘോരം എന്താ? കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവൻ പിന്നെ വിജയിച്ച് മുന്നോട്ട് വരണം, വിദ്യാഭ്യാസം വലിയ രീതിയിൽ പൊലിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഗവർണർ എന്താ ചെയ്യേണ്ടത്? ഗവർണർ ഈ പറയുന്ന VC വിളിച്ച് പറയണം, നാളെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് മുഴുവൻ സൈൻ ചെയ്ത് കൊടുക്കണം. പറയണ്ടേ? ഈ പറഞ്ഞ അവിടുന്ന് വരുന്ന രജിസ്ട്രാർ കൊടുക്കുന്ന ഫയലുകൾ മുഴുവൻ സൈൻ ചെയ്ത് കൊടുക്കണം. പറയണ്ടേ? എന്തുകൊണ്ടാണ് ഗവർണർ പറയാത്തത്? ഗവർണറെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ രാഷ്ട്രീയം വളർത്താന്നുള്ളതുള്ളൂ. രാഷ്ട്രീയം വളർത്താൻ ഇറങ്ങിയ എന്ത് സംഭവിക്കും? കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം അങ്ങനെയാണ്. അത് കോൺഗ്രസ്, KSU ആയാലും, SFI ആയാലും, ABVP ആയാലും, ഈ പറഞ്ഞ MSF ആയാലും എല്ലാം എങ്ങനെയാണ്? അവരെല്ലാം ആ രാഷ്ട്രീയത്തിലെ അരാഷ്ട്രീയത്തിനെതിരെ അവർക്കെതിരെ അവർ കേരളത്തിലെ പിന്നെ കലാലയങ്ങളിലെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചെന്ന് ശക്തമായി പ്രതിഷേധിക്കും. SFI അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SFI എന്തിനാണ് സർവകലാശാലയിൽ സമരം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അവിടെ അങ്ങനെ രാഷ്ട്രീയം വളർത്താൻ പറ്റില്ല. അങ്ങനെ തോന്നുന്നവർക്ക് ഗവർണറാണെന്ന് വിചാരിച്ചിട്ട് ഫയലുകൾ മുഴുവൻ നിർത്തിവെക്കുകയും ഭരണസ്തംഭനം ഉണ്ടായി അതിനൊക്കെ മറുപടി അറിയാൻ മിണ്ടാതിരിക്കണം എന്നാണോ? അങ്ങനെയല്ലല്ലോ. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്താണ് ഈ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ മേഖല എന്ന് പറയുന്നത്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഒരു ഗവർണർ വന്നുകൊണ്ടല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ട് പോയിട്ട് എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല. ഈ പറഞ്ഞ കുറേ കുട്ടികളുടെ പേരിൽ കേസ് വന്നു അല്ലേ? എന്തിനു സംഭവിച്ചോ? അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്ത VC എവിടെ ഇപ്പം എല്ലാം തട്ടിപ്പുറത്ത് കയറി. കാരണം ഒരാൾ പോലും ഇപ്പം ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി മാറ്റാൻ മുൻകൈ എടുക്കേണ്ട ആളുടെ പേര് ചാൻസലർ എന്നാണ്, ഗവർണർ എന്നാണ്. സൈൻ ചെയ്യാൻ പറയണമെന്നേ. വിദ്യാഭ്യാസ മേഖല ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ സൈൻ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് നിയമസഭ പാസ്സാക്കിയ ബില്ലുണ്ടല്ലോ, അതിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനില്ല ഈ പണിക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോണം. അതാണ് ചെയ്യേണ്ടത്. അത് കഴിക്കാനുള്ള തൻ്റെ ഈ സംവിധാനത്തിലുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. Meet the editors.